ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടിൻ ഫെറീസ് ആൻഡ് മോം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം തിരുവോണ ദിവസത്തിൻ്റെ തലേ ദിവസം ആയ ഉത്തരാടത്തിൻ്റെ അന്ന് രാത്രി ഞങ്ങൾ കുറച്ച് പൂക്കളൊക്കെ ഞങ്ങൾക്ക് കിട്ടി. ഒരു അത്തപ്പൂക്കളം സെറ്റ് ചെയ്യണമെന്ന് പെട്ടെന്ന് തോന്നിയൊരു തോന്നലാണ്. അങ്ങനെ കുറച്ച് പൂക്കളെ നമുക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് പിച്ചി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇടാൻ എളുപ്പമുണ്ടല്ലോ എന്ന് കരുതി ഞാനും പിങ്കിയും കൂടെ പൂക്കളൊക്കെ പിങ്കി നന്നായിട്ട് സഹായിച്ചു തന്നെ പൂക്കളൊക്കെ പിച്ച് ഇടാനായിട്ട്. പിന്നെ രാവിലെ എണീറ്റ് ഒരു ചെറിയ അത്തപ്പൂക്കളം നമ്മൾ സെറ്റ് ചെയ്ത് ഞങ്ങളതിൽ ചോക്ക് കഴിഞ്ഞു പോയി. പിന്നെ നമ്മൾ കുറച്ച് അരിപ്പൊടിയൊക്കെ എടുത്ത് വെള്ളമൊക്കെ മിക്സ് ചെയ്താണ് ചേട്ടനാണ് വരയ്ക്കുന്നത്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു ചോക്ക് വെച്ച് വരച്ച് തീർക്കണ്ട, പിന്നെ നമുക്ക് അരിപ്പൊടി വെച്ച് വരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. അപ്പം നമുക്ക് കൈ കൊണ്ട് വരയ്ക്കുന്ന കണക്കല്ല, നമ്മളിങ്ങനെ കോലമൊക്കെ ഇടുന്ന പറഞ്ഞാൽ നല്ല എളുപ്പമായിരിക്കും, നമുക്ക് നല്ല പാടുമാണ്. വീഡിയോ ആണോ? പോയിട്ടോ. അങ്ങനെ നമ്മൾ ഉള്ള പൂക്കളൊക്കെ വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സെറ്റാക്കിയെടുത്ത്. അപ്പോൾ മക്കളും നല്ല ഹാപ്പിയുമായിരുന്നു. അവർ നന്നായിട്ട് നമ്മളെ സഹായിച്ച് പൂക്കളൊക്കെ ഇടാനായിട്ട്. അപ്പോൾ സ്കൂളിൽ ഈ വർഷം ആദ്യമായിട്ട് പൂക്കളമൊക്കെ ഇട്ടതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ അവർ നല്ലതുപോലെ സഹകരിച്ചായിരുന്നു. പിങ്കിയായിരുന്നു കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ നമ്മളൊരു ചെറിയ അത്തപ്പൂക്കളമൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് സദ്യവട്ടം ഒരുങ്ങണം. അപ്പം ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ സദ്യവട്ടത്തിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചടി, കിച്ചടി, തോരൻ, അവിയൽ, ഇതെല്ലാം അവിടെ നമ്മളെ അടുക്കളയിലെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബീറ്റ്റൂട്ട് പച്ചടിയും പൈനാപ്പിൾ പച്ചടിയും ഒക്കെ എൻ്റെ വകയായിട്ട് ഞാനും റെഡിയാക്കി. അങ്ങനെ ഞങ്ങൾ ഇലയൊക്കെ ഇട്ടു. ഏകദേശം 1.5 മണിയോളം ആയി. അപ്പോൾ എല്ലാവരും വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സദ്യവട്ടം ഒരുങ്ങിക്കഴിഞ്ഞു. ഇഞ്ചി, മാങ്ങാച്ചാറ്, നാരങ്ങ, ബീറ്റ്റൂട്ട് പച്ചടി, തോരൻ, അവിയൽ, അതുപോലെ തന്നെ പൈനാപ്പിള്, കൂട്ടുകറി, പിന്നെ 2 ഇനം പായസം ഉണ്ടായിരുന്നു, ബോളി, അതുപോലെ തന്നെ ശർക്കര ടീ എല്ലാം കൂട്ടി നമ്മളൊരു ചെറിയ സദ്യവട്ടം ഒരുങ്ങി. നമ്മൾ കടലയും വെച്ചിട്ടുണ്ടായിരുന്നു, ഗർമസലയും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടാതെ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ബോളി ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂട്ടി മക്കളൊക്കെ ചോറ് കഴിച്ചു. ചക്കരെ പപ്പടം വേണോ? ചക്കരെ പൈനാപ്പിളൊക്കെ വിളമ്പിയോ അമ്മ? പൈനാപ്പിൾ തരാം. അത് അങ്ങനെ ആക്കി മര്യാദയ്ക്ക് കഴിച്ചാൽ മതി. ആഹാ, സൂപ്പർ സൂപ്പർ. മാമി എന്താ കഴിച്ചത്?
അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് സദ്യയും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓണം കഴിഞ്ഞല്ലോ. അങ്ങനെ സദ്യയും കഴിച്ച് ഡാൻസും കളിച്ച് മക്കളും ഹാപ്പി, നമ്മളും ഹാപ്പി. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.